ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ 7 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ മെല്ലെ ഉണർന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എണീക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അച്ചുട്ടി നല്ല ഉറക്കമാണ് എൻ്റെ തൊട്ടിപ്പുറത്ത്. എന്താ വീതിയൊക്കെ വലിച്ചു കൂട്ടി, കിടക്കയിലൊന്നും വീതിയില്ല, വീതിയൊക്കെ വലിച്ചു കൂട്ടി സൂപ്പറായി കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പം അവനെയും കൂടി ഒന്ന് വിളിക്കണം. അപ്പോൾ ഞാനൊന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ പതുക്കെ എണീക്കട്ടെ. എണീറ്റ് വരുമ്പോൾ അതേ കണ്ട പാവം നമ്മുടെ നായക്കുഞ്ഞ് നമ്മൾ എണീക്കണോന്ന് നോക്കി അടുത്ത് വന്ന് കിടന്നുറങ്ങുക കേട്ടോ. പാവം നിലത്ത് കിടക്കണ കണ്ടോ വന്നിട്ട്. ഷാഡോ കുഞ്ഞേ, ഷാഡോ കുഞ്ഞേ മൈൻഡില്ല. എണീക്കുമ്പോൾ ഇനി പിന്നാലെ വരുവേ. ഞാൻ എണീറ്റ് എൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചൂട്ടി എണീക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ വെറുതെ കണ്ണടച്ച് കിടക്കുകയാണ്. കണ്ണ് തുറക്കാൻ പറഞ്ഞ കണ്ട അവൻ കിടക്കണം. എന്നാൽ കുറച്ച് നേരം കിടന്നോ, ഞാൻ പോട്ടേട്ടാ. വിചാരിച്ച പോലെ തന്നെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പാടൊക്കെ വെള്ളം കയറി കണ്ടോ, നല്ല കാറ്റുമുണ്ട്. ഇത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ചറവറാന്നാവും കേട്ടോ. അപ്പോൾ ആ മുടിയൊക്കെ ഒന്ന് മാടി കെട്ടിയിട്ട് താഴേക്ക് ഇറങ്ങാൻ വിചാരിക്കുക. ഇപ്പോൾ മുകളിൽ റൂമിലിരിക്കുകയാണ്. അതിലിടയ്ക്ക് നമ്മുടെ അച്ചൂസും നായക്കുട്ടി എണീറ്റ് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുക. മേലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങി പോവാണ്. നമ്മുടെ ഷാഡോ കുഞ്ഞ് അച്ചൊക്കെ താഴെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ പോയിട്ട് പല്ലൊക്കെ തേച്ച് ഇനി രാവിലത്തെ ആഹാരത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ. ഇതാ പല്ലേക്ക് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വന്നാൽ എനിക്ക് അച്ചൂസിന് ആദ്യം വേണ്ടത് ചായ ഒന്നുമല്ല കേട്ടോ. ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ്, ഒരു 3/4 ഗ്ലാസ് വെള്ളം. അടുക്കളയിൽ ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷാഡോ കുഞ്ഞ് ഇവിടെ കിടന്ന് വെറുതെ കുറയ്ക്കണം കേട്ടോ. അപ്പോൾ എന്താ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നോക്കിയതാണ്. നോക്കിയപ്പോൾ ഞാനൊന്നും കണ്ടില്ല. അവൻ വല്ലതും ഞാൻ വരുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മഴയത്ത് ഓടുന്നത്. അപ്പം അച്ചൂസിൻ്റെ അച്ഛൻ പോയപ്പോൾ ഗേറ്റ് കുറ്റിയിട്ടിട്ടില്ല. കുറ്റിയിടാണ്ട് പെട്ടെന്ന് വല്ലവരും വന്ന് തുറന്നാൽ നമ്മുടെ നായക്കുട്ടി പുറത്തിറങ്ങിയിട്ട് അപകട സാധ്യത കാണുന്നു. അപ്പം ഞാൻ അതൊന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. എന്തിനാടാ കിടന്ന് കാറിപ്പൊളിച്ചത്? ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയാണ് കേട്ടോ. ഇത് കണ്ട ആവി വരുന്നത് കണ്ടോ. കുറച്ച് വലിയ ഇഡലി തട്ടാണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കണം. വേറെ അലുമിനിയത്തിൻ്റെ വടി ഉണ്ട്, അത് കുറച്ച് ചെറുതാ. അപ്പോൾ കുറേ നേരം വെച്ച് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇഡലി, ഇത് ചട്നി. ഈ ചട്നി ഇന്നലെ ഉണ്ടാക്കിയതാ കേട്ടോ. ഇന്നലെ ഇവിടെ ഇഡലി തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായി. പിന്നെ അച്ചുകൂട്ടി ഉണ്ടല്ലോ, മുളക് ചട്നി ഉണ്ട്. മുളക് പറഞ്ഞ ഉള്ളി ചമ്മന്തി ഉണ്ടെങ്കിൽ ഇഡലി ദോശയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അവന് ഇഷ്ടം. വലിയ ഉള്ളിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് ഒറ്റ തിരി, സിമ്പിൾ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കുക. അതാണ് കേട്ടോ ഇത്. അച്ചുട്ടി പല്ലൊക്കെ തേച്ച് വന്ന് ഇതവിടെ ഫോണൊക്കെ കണ്ടിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഭക്ഷണം ആവണ വരെ ഫോൺ കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് കഴിക്കാൻ. ഇഡലിയും ചട്നിയും ചമ്മന്തിയും രണ്ടും കൂടി കലർന്നു അല്ലേ ഞാൻ കൊണ്ടുവന്നപ്പോഴേ. എന്നാൽ കഴിച്ചാലോ. രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ച് ഞാനിതാ ചോറിന് വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ വെക്കണം കേട്ടോ നമുക്ക് ചോറ്. കാരണം 2 നേരം നായ്ക്കുട്ടിക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ ഇത്തിരി വലിയ പാത്രത്തിൽ വെച്ചാലേ തികയുള്ളൂ. പിന്നെ അച്ചൂസിൻ്റെ അച്ഛമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവുമല്ലോ. അച്ഛന് പിന്നെ രാത്രിക്ക് മതി, രാവിലെ പകലൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് കുളിക്കാനുള്ള വെള്ളമാണ്, അച്ചുവിന് കുളിക്കാനുള്ള വെള്ളം. അപ്പം അരിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് വേണതിൻ്റെ ഇടയിൽ കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അച്ചൂസ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാനും കൂടി ഒന്ന് കുളിക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. അച്ചൂസ് നേരത്തെ കുളിച്ചു, അവൻ താഴെ ബാത്റൂമിൽ കുളിച്ചു. എനിക്ക് എപ്പോഴും മുകളിലത്തെ ഈ റൂമിലത്തെ ഈ ബാത്റൂമിൽ കുളിച്ചാലേ തൃപ്തിയാവുള്ളൂ കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, ഇതാരും യൂസ് ചെയ്യാറില്ല, അത് ഞാൻ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടായിരിക്കും എനിക്കിത് കുളിച്ചാലേ ഒരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ തല പറഞ്ഞാൽ ഞാൻ എപ്പോഴും കഴുകൊന്നുമില്ലേ.
ഒന്നരാടം കൂടുമ്പോഴേ തലയൊക്കെ കഴുകുള്ളൂ. അപ്പം ഇന്ന് തല കഴുകേണ്ട ദിവസമല്ല. അപ്പോൾ അതാ ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തു. ഒന്ന് പൊട്ട് മാത്രം കുത്തി കണ്ണെഴുതി അത്രമാത്രം ചെയ്തിട്ടുണ്ട്. അപ്പം മുടി രാവിലെ ചീകി കെട്ടി അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഷാഡോ കുഞ്ഞ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പം ഞാൻ താഴെ ഇറങ്ങുമ്പോൾ അവനും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ടാവും. ഞാൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇറങ്ങിപ്പോയി. ചോറ് വേവാൻ വെച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ കയറിയത്. ഇപ്പം ചോറ് വെന്തിട്ടുണ്ടാവും. പോയി നോക്കട്ടെ അടുക്കളയിൽ. കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ വേവ്. ചോറ് വെന്തു. വെന്ത് ഒന്ന് ഊറ്റട്ടെ. വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഊറ്റി വേണം കേട്ടോ എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ചോറ് ഊറ്റട്ടെ എന്ന് പറഞ്ഞത്. നമുക്ക് വാർക്കാനൊന്നും കിട്ടില്ല, അത്ര വലിയ ചെമ്പല്ലേ. അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ വാർക്കാനൊന്നും അങ്ങനെ കിട്ടില്ല. ചെറിയ ചെമ്പാണെങ്കിൽ ഞാൻ വാർക്കും, വലുത് പറ്റില്ല കേട്ടാ. ഈ കയ്യിലൊക്കെ ആദ്യം വാങ്ങി വെച്ചതാ. എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണ് നേരത്തെ, എനിക്ക് ചോറ് വാർക്കാൻ കിട്ടില്ല, ചായ ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ എനിക്കുണ്ട്. വെള്ളം ലാസ്റ്റത്തെ വെള്ളം ഊറ്റിയിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കൊട്ടാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചോറ് വൈകുന്നേരം ആകുമ്പോഴേക്ക് വെള്ളം പൊട്ടിയ പോലെ ഉണ്ടാവില്ലേ. ആവി വറക്കുന്നു. സമയം ഉച്ചയായിട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചോറിന് കറി ഉള്ളി സാമ്പാറാണ്. ഉള്ളി സാമ്പാറും ബീറ്റ്റൂട്ട് ഉപ്പേരിയും പപ്പടവും. അച്ചൂസിന് നോൺ വെജ് ഇല്ലാണ്ടൊന്നും പറ്റില്ല. ഇന്നിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചിക്കൻ വാങ്ങാൻ പോകാനൊന്നും പറ്റിയില്ല. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ അച്ചൂട്ടി TV കണ്ടുകൊണ്ടിരിക്കുക കേട്ടാ. കൂടെ മറ്റൊരു ചേര് നമ്മുടെ ഷാഡോ കുഞ്ഞും കൂടി ഉറങ്ങുന്നുണ്ടായിരുന്നേ. എൻ്റെ തല ഇപ്പോൾ പുറത്ത് ചാടുന്നാ തോന്നുന്നു. നോക്ക്, നിനക്ക് കാവലാണെന്ന് തോന്നുന്നു. കഴിക്കാന്നാ. ഞാനും അച്ഛസും കൂടി ഒരു പ്ലേറ്റിലെ ചോറൊക്കെ എടുക്കുക കേട്ടോ. ഭക്ഷണ സാധനങ്ങളൊക്കെ മിക്കവാറും ഇങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവന് വാരി കൊടുക്കാറാണ് പതിവ്. സ്കൂളിലൊക്കെ പോയാലാണ് അവൻ തനിയെ കഴിക്കുക. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണേ. ഷാഡോ ഓടി ഗേറ്റിൻ്റെ ഇടയ്ക്ക് പോവാണ്. വെറുതെ കുറയ്ക്കണോ? അവിടെ എന്തെങ്കിലും ഉണ്ടാവും. ചെറിയ പാറ്റയെ കൂറ എന്തെങ്കിലും. വട്ടായോ? എന്തെങ്കിലും ഉണ്ടാവും. അപ്പം മഴയ്ക്കൊന്നും ഒരു കുറവുമില്ല. എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലും വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞാലും പറ്റുന്നില്ല. ഇതിനെന്ത് വെറുതെ സൗണ്ട് ഉണ്ടാക്കി ഓടിക്കുരയ്ക്കുന്നു. എന്താടാ, വല്ല ഭൂതോ പ്രേതോ ഉണ്ടാ? ഉണ്ടാടാ? മഴ ഉണ്ട്, എന്നാലും അവനെന്തിനാ കുറച്ചതെന്ന് ഞാനും ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അവന് മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, വെറുതെ കിടന്ന് ഓടുക. ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഏകദേശമുള്ള പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറ് വെച്ച് കറി വെച്ച് ഉപ്പേരി വെച്ച് എല്ലാം ആയപ്പോത്തിന് സമയം എന്താ 3 മണിയോടടുത്തിട്ടാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോത്തിന്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് നോക്കുകയാണ്. ഞാൻ അകത്തേക്കൊന്ന് കയറട്ടെ, മഴ. അപ്പം ഇന്ന് വീടിനകത്ത് തന്നെ, പുറത്തേക്കൊന്നും പോകാൻ ഒരു നിവൃത്തിയില്ല അല്ലച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താ പറഞ്ഞാൽ വൈകുന്നേരം ഇനി ഞങ്ങൾക്ക് ചായ കൂടി പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇനി രാത്രിയത്തെ ഭക്ഷണമാണ്. ഇനിയിപ്പോൾ ഭക്ഷണമുള്ളത് ട്രെയിന് പോകുന്നുണ്ട്, അത് കൂടി അതാണ് ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് നോക്കിയാൽ കാണില്ല, നമുക്ക് സൗണ്ട് കേൾക്കാം. റെയിൽവേയുടെ കുറച്ചൊരു കാട് പിടിച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറമാണ് ട്രാക്കും സ്റ്റേഷനൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കാണില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ, വൈകുന്നേരം ആണെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീടിൻ്റെ അകത്തുള്ള വീഡിയോ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന് വെക്കുകയാണ്. വേറെ ദിവസം നോക്കിയിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഉള്ള ദിവസം കാണിക്കാം. മഴ നമ്മളെ പറ്റിച്ചു. നട്ടപ്പാടി പോകേണ്ട ദിവസമൊക്കെ ആയിരുന്നു, ഒന്നും പോകാൻ പറ്റിയില്ല. അതാ ചട്ടി വീണിടാ. അത് ആണോ? നമ്മുടെ മതിലിങ്ങനെ എന്താ പയറൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ചട്ടിയിലിട്ടാ. അപ്പം അതിലൊന്ന് താഴെ വീണു, അതാണ് ചട്ടി വീണു എന്ന് പറഞ്ഞത്. ഞാനിപ്പോഴാണ് കണ്ടത്. നല്ല പയറൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ആണോ?
അപ്പൊ കാറ്റടിച്ചപ്പോ വീണതായിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ വൈകുന്നേരത്തെ തന്നെ ഭക്ഷണം, രാത്രിത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ കണ്ടില്ലേ ഭക്ഷണം, ചോറൊക്കെ വെച്ചത്, ആ ചോറ് തന്നെ ബാലൻസ് വരും. അപ്പൊ ഇനി അത് തന്നെ പറ്റിയല്ലോ, തികഞ്ഞില്ലെങ്കിൽ കുറച്ചൊരു പുട്ടും കൂടി ഉണ്ടാക്കും. പുട്ട് ഇട്ടാ കുറ്റിപ്പുട്ട്, അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.